ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയും സഹോദരൻ ശ്രീജിത്തിനെയും ഡിസ്ചാർജ് ചെയ്യാൻ ഉന്നത നിർദ്ദേശം ഉണ്ടെന്ന പ്രചരണം വ്യാജമെന്ന ആശുപത്രി അധികൃതർ. മികച്ച ചികിത്സ നൽകാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. തങ്ങളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ ഡിജിപിയുമായി ചർച്ചയ്ക്കില്ലെന്ന് ജിഷ്ണുവിന്റെ കുടുംബം. സംഭവത്തിൽ അന്തിമ റിപ്പോർട്ട് റേഞ്ച് ഐ ജി ഇന്ന് സമർപ്പിക്കും. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വിശദാംശങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, അല്പസമയങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി മഹിജയെയും മഹിജയുടെ സഹോദരൻ ശ്രീജിത്തിനെയും നേരിൽ കണ്ട് സംസാരിച്ചു. ഈ സംസ്ഥാന സർക്കാർ മഹിജയ്ക്കും ശ്രീജിത്തിനുമൊപ്പമാണ്, ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിനൊപ്പമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അവരോട് വാക്കാൽ പറഞ്ഞു. ഒപ്പം ഇവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനോടകം മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഏതുതരം പ്രതിസന്ധികളും നേരിടുന്നതിന് ഈ കുടുംബത്തോടൊപ്പം സംസ്ഥാന സർക്കാർ ഉണ്ടാകുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഇരുവർക്കും ഉറപ്പ് നൽകി. തുടർന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവർക്ക് ആക്ഷേപങ്ങളുള്ളത്. അതോടൊപ്പം അവരുടെ മകൻ്റെ ഘാതകരായ ആളുകളെ പിടിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ പോലീസ് കൈക്കൊള്ളണം എന്നതടക്കമുള്ള കാര്യങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം അത്തരം കാര്യങ്ങൾ സാധ്യമാക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, കയ്യേറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി അത് മുഖ്യമന്ത്രി ആയിരിക്കണം ആ തീരുമാനം എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഐ ജിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. ഇവിടെ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ താൻ മുഖ്യമന്ത്രിയെ അറിയിക്കും. മുഖ്യമന്ത്രി നിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല താൻ വന്നതെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഒരു മഹിജയുമായി സംസാരിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ് എന്ന പൊതു നിലപാടിൽ തന്നെയാണ് താനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. രാവിലെ മഹിജയെയും സഹോദരനെയും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ ബോധപൂർവ്വം ഉന്നതങ്ങളിൽ നിന്നും ശ്രമം നടക്കുന്നതായി ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്ന് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഒപ്പം വിദഗ്ധ ചികിത്സ നൽകണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ അവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നത്. ഇതടക്കമുള്ള അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ഉണ്ടാവും എന്ന സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയോ ഈ കാര്യത്തിൻ്റെ അന്തിമമായ തീരുമാനം ഉണ്ടാവാനാണ് സാധ്യത എന്ന് ചില പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് വാർത്ത ലഭിക്കുന്നുണ്ട്. സൗമ്യ, ഒരുപക്ഷെ ജീവൻ, നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽക്കേ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇതോട് ഒപ്പം ചേർത്ത് പ്രചരിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഉദാഹരണമായി തന്നെ ആവണം ഈ ഹോസ്പിറ്റൽ വിഷയവും. ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും ഇരുവരുടെയും നിലപാടുകൾ എന്താണ്? കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരല്ല സമരം എന്ന അടക്കമുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർക്ക് അവിടെ സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ഇവരെടുക്കുന്ന നിലപാടുകൾ എങ്ങനെയാണ് ജീവൻ? സൗമ്യ, ജിഷ്ണു പ്രണോയിയുടെ കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സമരം സർക്കാർ വിരുദ്ധ സമരമല്ല, മറിച്ച് തങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സമരമാണ്. ഒരുപക്ഷെ ആ സമരത്തിൻ്റെയൊക്കെ പ്രതിഫലനം എന്നോണമാവണം ഇപ്പോൾ ഇതിനോടകം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ വളരെ കൃത്യമായി ഭരണകൂടം വിശദീകരിച്ചു കഴിഞ്ഞു. പോലീസ് കുറെ കൂടെ ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കണമായിരുന്നു എന്ന ഒരു പൊതുവിലയിരുത്തൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രതികളെ പിടികൂടുന്നതിനായി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ സംസ്ഥാന പോലീസ് മേധാവി നിയോഗിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ന് ആ കാര്യത്തിലുള്ള ചില പ്രോഗ്രസ്സുകൾ വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകുമെന്നതാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുടെ സഹായം കൂടി, അവിടുത്തെ പോലീസിൻ്റെ സഹായം കൂടി കേരള പോലീസ് തേടിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവർ കടന്നിരിക്കാൻ സാധ്യതയുള്ള മുഴുവൻ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായി പോലീസ് അരിച്ചു പറക്കുന്നുണ്ട് എങ്കിൽ പോലും സാങ്കേതിക വിദ്യ ഇവർ ഉപയോഗിക്കുന്നില്ല, മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഒരുപക്ഷെ ഇവരെ ട്രേസ് ചെയ്ത് പിടിക്കുന്നതിനുള്ള ഒരു പ്രധാന പോരായ്മയായി നിലനിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും രാജ്യവ്യാപകമായ ഒരുപക്ഷെ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക, അതോടൊപ്പം തന്നെ പ്രതികളുടെയും സ്വത്ത് കണ്ടുകെട്ടുക, അതടക്കമുള്ള വളരെ കർശനമായ മാർഗ്ഗങ്ങൾ
നീക്കങ്ങളിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ തിരിയുന്നുണ്ട്. അതൊരു പക്ഷേ അതിനെ അനുഭാവപൂർവ്വം തന്നെയാണ് ജിഷ്ണുവിൻ്റെ കുടുംബം കാണുന്നത്. നിലവിൽ അവരെ കയ്യേറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വേണമെന്ന ഒരു നിലപാട് അവർ മുൻപോട്ട് വെക്കുന്നുണ്ട്. ആ കാര്യത്തിലാണ് ഇനി ഒരു പക്ഷേ തീരുമാനമെടുക്കാനുള്ളത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ മലബാറിലായിട്ടുള്ള മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരികെ എത്തിയതിനു ശേഷമായിരിക്കുമോ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഈ കാര്യത്തിൽ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ അവർക്കെതിരെ ചില വകുപ്പ് തല നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെ രാവിലെയോടുകൂടിയോ ഈ കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത ഈ കാര്യത്തിൽ ഉണ്ടാവും. അതോടൊപ്പം റേഞ്ച് ഐ ജിയുടെ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ സമരവുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ചില നിർണായകമായ ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് SUCയുടെയൊക്കെ ഭാഗത്ത് നിന്ന് സമരത്തിന് ആളെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്.